ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി CPM വിട്ടേക്കും. പാർട്ടി നടപടി ഉറപ്പായതോടെയാണ് ഹരിയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലം കമ്മിറ്റി യോഗത്തിനിടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മോശമായി പെരുമാറിയതിന് അന്വേഷണം നേരിടുകയാണ് ഹരി. വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു. മഹേഷ്, ഈ കരമന ഹരി ഇന്നലെ ഉന്നയിച്ച ആരോപണം, അതായത് മുഖ്യമന്ത്രിക്ക് ഒരു വ്യവസായിയുമായി വളരെ അടുത്ത ബന്ധം, ഈ വ്യവസായിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ കയറാനുള്ള സ്വാതന്ത്ര്യം എന്നതടക്കം വളരെ കടുത്ത വിമർശനം ഉന്നയിച്ച ഒരാളാണ് ഹരി. അപ്പോൾ ഈ വിമർശനങ്ങളെല്ലാം പാർട്ടി വിടുന്നതിന്റെ സൂചന തന്നെയായി വ്യാഖ്യാനിക്കാമോ? CPM വിട്ടേക്കും കരമന ഹരി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് കരമന ഹരി ഉന്നയിച്ച വലിയ ആരോപണം. അത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുമായതാണ്. മുഖ്യമന്ത്രിക്ക് ഒരു വ്യവസായിയുമായി, തിരുവനന്തപുരത്തെ ഒരു വ്യവസായിയുമായി വളരെ അടുത്ത ബന്ധം എന്നതടക്കം ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. മഹേഷ് ചന്ദ്രൻ ഉണ്ട് നമുക്കൊപ്പം. മഹേഷ്, ഞാൻ നേരത്തെ ചോദിച്ചത് ടെലിഫോണിൽ ചെറിയൊരു തടസ്സമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് കഴിഞ്ഞ ദിവസം ഈ കരമന ഹരി ഉന്നയിച്ച ആരോപണം അത് അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. കാരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ കയറാൻ ഒരു വ്യവസായിക്ക് അധികാരമുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം ഒരു പാർട്ടി വിടുന്നതിന്റെ സൂചനയായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? CPM ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരി പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. പാർട്ടിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചു കാലമായി കരമന ഹരിക്ക് ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്ക് ഒരു വ്യവസായിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആ വ്യവസായിക്ക് മുഖ്യമന്ത്രി അടുക്കള വരെ കയറിച്ചാലുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കരമന ഹരി പറയുകയുണ്ടായി. ഈ വാർത്ത പുറത്തു വരികയും ചെയ്തു. ഇക്കാര്യത്തിൽ ആരാണ് വ്യവസായി എന്ന് ആവർത്തിച്ച് യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് ചോദിച്ചെങ്കിലും അതിന് വ്യക്തമായ മറുപടി നൽകുവാൻ ഹരി തയ്യാറായിരുന്നില്ല. അപ്പോൾ ഹരിയോട് അതിന് വിശദീകരണം നൽകണം ആവശ്യപ്പെട്ട് കത്ത് നൽകാൻ ജില്ലാ സെക്രട്ടറിക്ക് M സ്വരാജ് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനു മുമ്പ് ഒരു സമാനമാണെന്നോ അതിനേക്കാൾ ഗൗരവമായ ഒരു പരാതിയിൽ അന്വേഷണം നേരിടുകയാണ് ഹരി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗം നടക്കുന്നതിനിടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് മോശമായി പെരുമാറി എന്ന ഒരു പ്രശ്നമുണ്ട്. ആ വിഷയത്തിൽ അന്വേഷണം നേടുകയാണ് ഹരി. അതുപോലെ തന്നെ ഹരി നേരത്തെ പാർട്ടിയുടെ വേദികളിൽ സജീവമായിരുന്നു. മാത്രമല്ല പാർട്ടിയുടെ മികച്ച സംഘാടകനായി അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. പാർട്ടി പ്രധാന നേതാക്കന്മാർ നല്ല ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. മുഖ്യമന്ത്രിയുമായി പോലും നല്ല പരിചയമുണ്ടായിരുന്ന നേതാവാണ് ഹരി. വട്ടിയൂർക്കാവിലെ ഗുരുഗോവിന്ദ നടന്ന ഗ്രാമത്തിന്റെ വൈസ് ചെയർമാനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നു. ആ സമയത്ത് ഹരിക്കെതിരെ ഒരു പരാതി ഉണ്ടാവുകയും ഹരിയെ അതിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അത് വളരെയധികം പ്രതിഷേധം ഹരിക്ക് ഉണ്ടാക്കിയിരുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് കരമന ഹരി ഇത്തരം നിലപാടിലേക്ക് നീങ്ങിയത്. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെ ഒരു കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീലക്ഷ്മി, ഈ മഹേഷ് പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കരമന ഹരിയുടെ ഓരോ പ്രസ്താവനകളും വിവാദമാകുന്ന സാഹചര്യം. മഹേഷ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മണ്ഡലം കമ്മിറ്റി യോഗത്തിനിടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് വളരെ മോശമായി പെരുമാറി അതിൽ അന്വേഷണം നേരിടുന്ന വ്യക്തി കൂടിയാണ് ഈ കരമന ഹരി. അപ്പോൾ ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ഇന്നലത്തെ വിമർശനവും. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ എന്താണ് ജില്ലാ ഘടകത്തിന്റെ നിലപാട്? ജില്ലാ ഘടകവും ഇയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാക്കണം എന്ന് തന്നെയാണോ അവരും ആവശ്യപ്പെടുന്നത്? വിവരം. സംസ്ഥാന സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദൻ ചുമതലയേറ്റ ശേഷമാണ് ഇത്തരത്തിലേക്കുള്ള പാർട്ടി നേതാക്കളുമായുള്ള ബന്ധത്തിൽ ഹരിക്കുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് തുടർച്ചയായിട്ടാണ് അദ്ദേഹം പലതവണ ഇത്തരത്തിലേക്കുള്ള പെരുമാറ്റങ്ങൾ, അഭിപ്രായങ്ങൾ പലരോടും പറഞ്ഞ തരത്തിലേക്ക് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഈ യോഗത്തിൽ വെച്ചിട്ട് മിനിറ്റ്സ് ബുക്ക് എടുത്ത് എറിയുകയും ഞാൻ കുറച്ചു കാലമായി അതിനൊക്കെ മുമ്പേ വന്ന് തുടങ്ങിയതാണ് എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്ന തരത്തിലേക്കുള്ള ഒരു വാക്കിന്റെ പുറത്ത്, പരാമർശത്തിന്റെ പുറത്താണ് ഒരു അന്വേഷണം ഇപ്പോൾ നേരിടുന്നത്. ഇത്തരത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ സംഭവം കൂടി ആയപ്പോൾ ആ അന്വേഷണത്തിൽ അത് ഹരിയെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലേക്കായിരിക്കും അന്വേഷണത്തിന്റെ അവസാനമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം കരമന ഹരി BJPയിലേക്ക് പോകുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ശ്രീലക്ഷ്മി. ഓക്കെ മഹേഷ്, ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ തോറ്റു എന്ന ദിവസം എന്ന് വിലയിരുത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM യോഗങ്ങളിലൊക്കെ സജീവമായിരുന്നു. ഈ പാർട്ടി ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതായത് ഒരു തിരുത്തലിലേക്ക് പാർട്ടി പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴത്തേത്. ഈ ഒരു ഘട്ടത്തിൽ ഈ അംഗങ്ങൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള
പ്രതികരണങ്ങൾ വരുന്നത്. മഹേഷിലേക്ക് ഞാൻ പറയാം. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ വി രാജേഷ് ചേരുന്നുണ്ട്. ശ്രീ വി രാജേഷ്, അങ്ങ് അറിഞ്ഞു കാണുമായിരിക്കും ഈ കരമന ഹരിയുടെ വിവാദ പരാമർശവും തുടർന്നുണ്ടായ കോലാഹലങ്ങളുമൊക്കെ. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിടുന്നതിന് മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളുമായി കളം നിറഞ്ഞത് എന്നൊരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. അങ്ങ് എങ്ങനെ ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഈ ഒരു വാർത്തയെ നോക്കിക്കാണുന്നു? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ CPM-ന്റെ സംസ്ഥാന ജില്ലാ യോഗങ്ങൾ ചേർന്ന് വരുന്ന കുറെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവരുടെ ഒരു പാർട്ടി മീറ്റിംഗിനകത്ത് നടന്ന കാര്യങ്ങൾ പുറത്തു വരുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. അത് അവരുടെ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ ആഴത്തിലേക്ക് ഇറങ്ങി അഭിപ്രായം പറയാൻ ഞാൻ അതിലേക്ക് തയ്യാറാവുന്നില്ല. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ആദർശത്തോട് കുറച്ചെങ്കിലും കൂറുള്ള താല്പര്യമുള്ള ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ തന്നെ ആ പ്രസ്ഥാനം പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ കണ്ണൂർ ജില്ല എടുത്താൽ അവിടെ സ്വർണം കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്ന കയ്യിൽ അവരുടെ കയ്യിൽ നിന്നും സ്വർണം കട്ടുകൊണ്ടുപോകുന്ന ഒരു സംഘമായിട്ട് CPM-ന്റെ യുവാക്കൾ മാറിയിരിക്കുന്നു. തിരുവനന്തപുരം എടുത്താൽ തിരുവനന്തപുരം കോർപ്പറേഷനും മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം തട്ടിയെടുക്കുന്ന സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുന്നു. അത് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം വിവിധ പദ്ധതികളുടെ പേരിൽ ലഭ്യമാകുന്ന കോർപ്പറേഷനിലൊന്നാണ് തിരുവനന്തപുരം. അവിടെ നിന്നും പണം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ഭരണാധികാരികളും ഒരു മാഫിയയും തഴച്ചു വളരുന്നു എന്നുള്ളത് ഈ ജില്ലാ കമ്മിറ്റികളുടേതായി പുറത്തു വരുന്ന വാർത്തകളിൽ വസ്തു തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരം പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ആവശ്യപ്രദമായിട്ടുള്ള ഒരു നഗരത്തെ നരക തുല്യമാക്കുന്ന ഭരണ സംവിധാനത്തിൽ ഉള്ള അതൃപ്തിയാണ് പുറത്തു വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ BJPക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ NDAക്കുണ്ടായ വോട്ട് വർധനവെടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടെ ഞങ്ങൾക്ക് വോട്ട് വന്നിട്ടുള്ളത് വലിയൊരളവിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്നാണ്. ആ പാർട്ടിക്ക് രൂപം കൊടുത്ത കണ്ണൂർ ജില്ലയിൽ നിന്നുൾപ്പെടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ബൂത്ത് BJP ആണ്. ശരി, നന്ദി ശ്രീ വി രാജേഷ് പ്രതികരിച്ചതിന്. എന്താണെങ്കിലും ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നാണ് അഡ്വക്കേറ്റ് വി രാജേഷ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. എങ്കിൽ കൂടി ഈ പാർട്ടിയിൽ നിലനിൽക്കുന്ന അതൃപ്തിയാണ് പല നേതാക്കളെയും പുറത്തു പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളൊരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പരാമർശങ്ങൾ നടത്തി, വിവാദ പ്രസ്താവനകൾ നടത്തി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാർട്ടിക്കുള്ളിൽ തന്നെ വിമത ശബ്ദം ഉയർത്തി നിൽക്കുന്ന ഒരാളായിരുന്നു കരമന ഹരി. അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിടുന്നു എന്നുള്ളൊരു സൂചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് MV ഗോവിന്ദനോടും മോശമായി പെരുമാറി എന്നതിനെ തുടർന്ന് അന്വേഷണം നേരിടുന്ന വ്യക്തി കൂടിയാണ് കരമന ഹരി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷമായ പരാമർശങ്ങൾ നടത്തി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ഈ കരമന ഹരി. ഈ കരമന ഹരി ഇപ്പോൾ പാർട്ടി വിടുന്നു എന്നുള്ളൊരു സൂചനയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. മഹേഷ് ചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്. ഒപ്പം അതിഥികളും പ്രതികരിച്ചു.